ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മുൻപത്തെ ഒരു വീഡിയോയിൽ ചെടികൾക്ക് ഉണ്ടാവുന്ന ഇല കുരുടിപ്പിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതായത് പ്രധാനമായിട്ടും മുളകിനെ ആക്രമിക്കുന്ന ഇല കുരുടിപ്പിനെ കുറിച്ചായിരുന്നു നമ്മൾ വീഡിയോ ഇട്ടുന്നത്. ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കീടങ്ങൾ വഴിയുള്ള ഇല കുരുടിപ്പിനെ പ്രതിരോധിക്കാമെന്ന് നമ്മൾ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ എങ്ങനെയാണ് അതിനെ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ തടയാം, നശിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇല കുരുടിപ്പിനെ കുറിച്ചുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദൈവം മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിൽ കീടങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് വൈറസ് മൂലമുണ്ടാവുന്ന ഇല കുരുടിപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇല ചുരുളലിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഇല കുരുടിപ്പിന് കാരണമാകുന്ന ഈ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെമിനി വൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയിലെ ബെഗോമോ വൈറസ് ജനസിൽപ്പെട്ട വൈറസുകളാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈറസുകൾ സാധാരണ നമ്മുടെ ചെടികളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ഇലകളെല്ലാം കുരുടിപ്പ് വരും. നിങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതേ അവസ്ഥ തന്നെ ഈ വൈറസ് ആക്രമിച്ചു കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പോൾ ചെടി വളരെ ഡള്ളായി പോവുകയും ചെടിയുടെ തൂമ്പിന്റെ ഭാഗമൊക്കെ വളരെ കുരുടിപ്പ് വരികയും ചെടി ആ ഒരു സ്റ്റേജിലേക്ക് ഡോർമന്റ് സ്റ്റേജ് പോലത്തെ ഒരു സ്റ്റേജിലേക്ക് മാറിയിട്ട് ചെടി കായും പോവില്ല, പുതിയ ഇലകൾ വരാൻ മടി കാണിക്കും, ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പം സാധാരണ പലരും പല പെസ്റ്റിസൈഡുകളും അടിച്ചു നോക്കും. ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരു രക്ഷയില്ലെങ്കിൽ രാസകീട നിയന്ത്രണ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു നോക്കും. പക്ഷെ എന്നാലും ഒരു രക്ഷയും കാണാറില്ല. അപ്പോൾ വൈറസ് ആക്രമണത്തിന് നമുക്ക് പെസ്റ്റിസൈഡുകൾ അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. വൈറസ് ബാധ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലും ആളുകൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാറുണ്ട്. തോട്ടത്തിൽ വൈറസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ എത്രത്തോളം അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം അത് നമ്മുടെ തോട്ടത്തിലുള്ള മറ്റ് മുളക് ചെടികളെല്ലാം ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ആക്രമണം ബാധിച്ച ചെടിയെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തോട്ടം മുഴുവനായിട്ട് അത് കൈയടക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ആക്രമണം വന്ന് തുടങ്ങിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം അതെടുത്ത് തീയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. അങ്ങനെയാണ് ചെയ്യാൻ എല്ലാവരും നിർദ്ദേശിക്കാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറസുകൾ മറ്റ് തോട്ടങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്നത് ഈ വെള്ളീച്ചകൾ, അതുപോലെ മുഞ്ഞ, പിന്നെ ചില ഉറുമ്പുകൾ, ഇവയൊക്കെ വഴിയാണ് ഈ വൈറസുകൾ നമ്മുടെ തോട്ടത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തോട്ടത്തിൽ കീടനിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിലനിർത്തണം. ഇല്ലെങ്കിൽ ഇങ്ങനെ കീടങ്ങളൊക്കെ നമ്മുടെ ഇലകളിലൊക്കെ വന്നിരിക്കുകയും പിന്നെ അവ പെറ്റി വരികയും ചെയ്യുമ്പോൾ മറ്റു തോട്ടങ്ങളിലും മറ്റു സ്ഥലങ്ങളിലെ കീടങ്ങളൊക്കെ വരാൻ ശ്രമിക്കും. കൂടാതെ നമുക്ക് പറ്റുന്ന വേറെ പ്രശ്നമാണ് നല്ല വിത്തുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടില്ലെങ്കിൽ വിമുക്തമാക്കിയ വിത്തുകളാണ് ഇപ്പോൾ പൊതുവെ ഹൈബ്രിഡ് വിത്തുകളൊക്കെ വരുന്നത്. അങ്ങനത്തെ വിത്തുകളല്ലാതെ നമ്മൾ നാടൻ വിത്തുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പലർക്കും പറ്റുന്ന പ്രശ്നമാണ്. ഇങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള തോട്ടത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ വിത്തുകൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയില്ല എവിടെ നിന്നൊക്കെ വിത്ത് ഉണ്ടെന്നാൽ ചിലപ്പോൾ നല്ല വിത്തായിരിക്കാം, ചിലപ്പോൾ മോശം വിത്തായിരിക്കാം. ഇങ്ങനെ വിത്തുകളൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അതിലൊക്കെ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ തോട്ടം മൊത്തമായിട്ട് തകരാറായി പോകും. പലർക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അതുവരെ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടിക്കൊണ്ടിരുന്ന തോട്ടത്തിൽ പെട്ടെന്ന് നമ്മൾ വേറെ ഏതെങ്കിലും വിത്ത് നട്ട് മുളപ്പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമായിരിക്കും പെട്ടെന്ന് ഈ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ടാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഇന്ന വിത്ത് നട്ടതിന് ശേഷമാണ് വൈറസ് അറ്റാക്ക് ഉണ്ടായിരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കീടങ്ങളുടെ ആക്രമണം വഴി ഇങ്ങനെ ആക്രമണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫസ്റ്റുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ചെടികളൊക്കെ വേഗം വളരെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാം. തീയിട്ട് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വ്യാപനം നമുക്ക് കുറയ്ക്കാൻ പറ്റും. വ്യാപനം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെടികളൊക്കെ രക്ഷിക്കാനും പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് മാത്രമാണ് നടുന്നതെങ്കിൽ മുളക് മാത്രം നടാതെ അതിനിടയിൽ മറ്റ് വിളകളൊക്കെ നമ്മൾ കൃഷി ചെയ്യാം. അപ്പം മുളകില്ലാതെ മറ്റ് വിളകളൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഈ വൈറസിന്റെ വ്യാപനം ചെടി തന്നെ ഒരു പക്ഷെ ചില സമയങ്ങളിൽ ഈ വൈറസിനെയൊക്കെ അതിജീവിച്ച് വളർന്നു വരാറൊക്കെ ഉണ്ട്. വൈറസ് അറ്റാക്ക് പെട്ടെന്ന് ഒരു ദിവസം മാറി ചെടി അതിനെ സർവൈവ് ചെയ്യുന്ന കാണാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നമ്മളെപ്പോഴും സീഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല സീഡുകൾ സെലക്ട് ചെയ്യുക. നല്ല സീഡുകൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തക്കാളികൾ മുളപ്പിക്കാൻ എടുക്കരുതെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഇത്തരം വൈറസ് അറ്റാക്കുകളെ കുറിച്ചൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പലരും അതിന് ചുവട്ടിലൊക്കെ പലരും മോശമായിട്ട് കമന്റ് ഇട്ടിരുന്നു. അതിനുശേഷം നമുക്ക് പല കമന്റുകളും വന്നിരുന്നു. അതായത് ഞങ്ങളെല്ലാം ഇങ്ങനെ ചെടികളൊക്കെ നട്ടു മുളപ്പിക്കുന്ന ആളുകളാണ്, ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നമില്ല,
അതല്ലല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വിത്തുകൾ നമ്മൾ നടുന്ന വഴി ഒരു പക്ഷേ നമുക്ക് രോഗബാധ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പലരും തെറ്റിദ്ധരിച്ചിട്ട് പലരും വിചാരിച്ചിട്ട് ആ തക്കാളി വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തക്കാളി ഉണ്ടാവില്ല എന്നൊക്കെ പലരും ധരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായിട്ട് വീഡിയോ ഒന്നുകൂടി കാണാം. എപ്പോഴും കിട്ടുന്ന വിത്തുകളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു മരുന്ന് മേടിക്കാൻ കിട്ടും. അത് കിട്ടുന്നുണ്ടെങ്കിൽ ട്രയസോഡിയം ഓർത്തറി ഫോസ്ഫേറ്റ് എന്നാണ് അതിന്റെ പേര്. ആ സാധനം ഒരു 150 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ വിത്തുകളെല്ലാം അതിൽ ഒരു 30 മിനിറ്റ് നേരം മുക്കി വെക്കുക. നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സാധനം മേടിച്ചിട്ട് നമുക്ക് വിത്തയിൽ മുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് കഴുകിയ ശേഷം നമുക്ക് നടാൻ ഉപയോഗിക്കാം. പിന്നെ അടുത്ത കാര്യം, നമ്മൾ എപ്പോഴും തോട്ടത്തിലേക്ക് വരുന്ന കീടങ്ങളെല്ലാം അകറ്റി നിർത്തുക എന്നാണ്. അപ്പോൾ കീടങ്ങളെ അകറ്റി നിർത്തുന്ന വഴി നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ഒട്ടുമിക്ക പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ തോട്ടത്തിലെ ആവശ്യത്തിൽ കൂടുതൽ പ്രാണി ശല്യം, അതുപോലെ വെള്ളീച്ചകളുടെ ശല്യം തോട്ടങ്ങളിലാണ് ഈ വൈറസിന്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പോൾ വെള്ളീച്ചകളൊക്കെയാണ് മെയിനായിട്ട് വൈറസിന്റെ വാഹകരായിട്ട് നമ്മുടെ തോട്ടത്തിലേക്ക് വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളീച്ച നമ്മുടെ ഇലയുടെ ചോട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളീച്ചകളെ പണി തരും. അവറ്റകൾ നമ്മുടെ ചെടി നീരൂറ്റി കുടിച്ച് നശിപ്പിക്കുന്ന പോലെ തന്നെ അവ വൈറസുകളെയും കൊണ്ടുവന്നിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം തരുന്നൊരു കാര്യമാണ്. സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല. കുറച്ചൊരു കാലത്തേക്ക് നമ്മുടെ തോട്ടത്തിൽ പിന്നെ ആ ഒരു വിള നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരിക്കലും വിളവ് കിട്ടില്ല. അപ്പൊ ഈ വൈറസിന്റെ പ്രശ്നം സാധാരണ കാണിക്കാറ് തക്കാളി, വഴുതന, അതുപോലെ മുളക്, ഈ സാധനങ്ങൾക്കാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ കാണിക്കാറ്. ഇത്തരം വിളകൾ പിന്നെ നമുക്ക് നമ്മുടെ തോട്ടത്തിൽ കുറച്ച് കാലത്തേക്ക് നടാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ചെടിയൊക്കെ നമ്മൾ നട്ട് വളർത്തി നല്ല ലെവലിൽ കൊണ്ടുവരാന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അത്രയും നമ്മൾ കഷ്ടപ്പെട്ടൊരു ചെടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മളത് നശിപ്പിക്കാൻ പറയുമ്പോൾ പലർക്കും അതൊരു വിഷമം തന്നെയാണ്. പലരും മാക്സിമം അതിനെ രക്ഷപ്പെടുത്താനേ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ നമ്മൾ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയെ നമുക്ക് നഷ്ടമാവുള്ളൂ. വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോട്ടത്തിൽ എത്ര ചെടികളുണ്ട് അത്രയും ചെടികളെല്ലാം നമുക്ക് നഷ്ടമാകും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറസ് അറ്റാക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾ നശിപ്പിച്ച് കളയാൻ പറയുന്നത്. ഇനി നമ്മുടെ വീഡിയോയിൽ ഒരു കമന്റ് ഇട്ടിരുന്നു, അദ്ദേഹത്തിന്റെ കുമ്പളം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ കുമ്പളത്തിന്റെ ചെറിയ കായൽ ഈച്ച കുത്തുന്നു, അങ്ങനെ ഈച്ച കുത്തി എല്ലാ കായകളും നഷ്ടപ്പെട്ടു പോകുന്നു. ജഗദാംബിക മുകുന്ദൻ എന്നാണ് അവരാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അപ്പം അവർ പറഞ്ഞിട്ടുള്ള പ്രശ്നം സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ തോട്ടത്തിൽ അത് കുമ്പളങ്ങ ആയിക്കോട്ടെ, നമ്മള് പാവലായിക്കോട്ടെ, ഇത്തരം പച്ചക്കറികൾക്കെല്ലാം ഇളം കായ ആയി വരുന്ന സമയം തന്നെ കായ്ച്ച ശല്യം വരാറുണ്ട്. അപ്പൊ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ പെൺകായ്ച്ചകളാണ് നമുക്ക് ഈ പണി തരുന്നത്. അവർ ഈ കായകളിലെല്ലാം വന്ന് മുട്ടയിട്ട് കഴിഞ്ഞിട്ട് ഈ മുട്ട വിരിഞ്ഞ് വരുന്ന പുഴുക്കൾ കായ തുറന്നിട്ട് ഉൾഭാഗമൊക്കെ ഭക്ഷിച്ച് നശിപ്പിക്കുകയാണ്. ജീവിതചക്രം പൂർത്തിയായിട്ട് ആഴ്ചയായിട്ട് പറന്നു പോകും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചെറിയ തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ട് ചെറിയ കായ വേഗം മൂടി വെക്കും. വലിയ തോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെണ്ണീച്ചയെ ആകർഷിക്കാൻ പറ്റിയ ഹോർമോണുകളുള്ള ഒരു കെണി നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ കെണി മേടിച്ച് നമ്മുടെ തോട്ടത്തിൽ തൂക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പെണ്ണീച്ചയും അതിലേക്ക് അതിന്റെ സ്മെല്ല്, ഒരു ഫെറമോണിന്റെ സ്മെല്ല് ഉണ്ടാവുക. ആണീച്ചകൾ സാധാരണ പെണ്ണീച്ചകളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിറമോൺ ഉൽപ്പാദിപ്പിക്കും. ആ ഫിറമോണിന്റെ സ്മെല്ല് അടിച്ചിട്ടാണ് ഈ മറ്റ് പെണ്ണീച്ചകളെല്ലാം ഈ ആണീച്ചയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ആണീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന അതുപോലത്തെ ഫിറമോണുള്ള ഒരു ട്രാപ്പ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ ട്രാപ്പ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചകളെല്ലാം ഈ ഫിറമോൺ ട്രാപ്പിന്റെ ഒടുങ്ങി ചത്തുപോകും. അപ്പൊ നമുക്ക് ഈ ഫിറമോൺ ട്രാപ്പ് പ്രധാനപ്പെട്ട ഒട്ടുമിക്ക കടലിലും വളക്കടയിലൊക്കെ നമുക്ക് വാങ്ങാട്ടും. ഈ സാധനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മേടിച്ചിട്ട് നമ്മളെ തോട്ടങ്ങൾ തൂക്കിയിടുക. വലിയ തോട്ടങ്ങളിൽ 1 or 2 എണ്ണമൊക്കെ മതി, ഒരുപാട് എണ്ണൊന്നും വേണ്ട. തൂക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകാഴ്ചകളെല്ലാം ഇതിൽ ആകർഷിച്ച് വന്നിട്ട് ഈ ട്രാപ്പിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ചത്തുപോകും. അപ്പൊ നമുക്ക് ഈ കാഴ്ചകളെ ഒരു പരിധി വരെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരുപാട് കെണികളുണ്ട്, ശർക്കര കെണി, അതുപോലെ തുളസി കെണി. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഈ സെഗ്മെന്റ് നമ്മൾ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.